മാതൃഭാഷ മലയാളം. മാതൃഭാഷ മലയാളം. നമ്മുടെ ഭാഷ മലയാളം. നമ്മുടെ ഭാഷ മലയാളം. ആംഗലേയം തുലയട്ടെ. ആംഗലേയം തുലയട്ടെ. മലയാളം പുലരട്ടെ. പുലരട്ടെ 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 മലയാളം. പുലരട്ടെ മലയാളം. മലയാളം പുലരട്ടെ. നമസ്കാരം. നമസ്കാരം. മലയാള ഭാഷതൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശയ്യയിൽ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. അങ്ങനെയാണ് കവികൾ മലയാളത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. അത്ര ശ്രേഷ്ഠമായ ഭാഷയാണ് നമ്മുടെ മലയാളം, നമ്മുടെ സ്വന്തം മലയാളം. അല്ലേ? അതല്ലേ? എന്തായാലും നമ്മളെ ഈ ചിരി കേമന്മാർ എന്നുള്ള ഈ പരിപാടിയുടെ ഈ സ്ഥലത്തേക്ക് വിളിച്ചതില് ഇതിന്റെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന അവതാരികയ്ക്കും ചിരി കേമന്മാരോ, തമാശയുടെ ആശാന്മാർ, കോമഡി മാസ്റ്റേഴ്സ്. ഞങ്ങൾ ആംഗലേയ ഭാഷ ഉപയോഗിക്കാറില്ല സാർ. ഓ സോറി ഞാൻ വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് ആഘോഷിതർ ഇതൊക്കെ ശ്രദ്ധിക്കണം. സെലിബ്രിറ്റീസിനുള്ള വാക്കാണ് ആഘോഷിതർ. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആഘോഷകർ. അയ്യോ, അത് അറിയില്ലായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അയ്യോ അയ്യോ അണുവിമുക്ത ചാരായം. അണുവിമുക്ത ചാരായം. ഈ വേറെ കാര്യം ചോദിക്കട്ടെ, രാവിലെ നിങ്ങളെല്ലാവരും പല്ല് തേച്ചിരുന്നോ? പല്ല് തേച്ചു. എന്ത് വെച്ചിട്ടാ പല്ല് തേച്ചത്? ഉമിക്കരിയും മാവല, മാവില, ഉമിക്കരി, അങ്ങനെയുള്ള പേസ്റ്റ് ഒന്നും ഉപയോഗിക്കാറില്ല? ഇല്ല ഇല്ല ഇല്ല, പേസ്റ്റ് ഉപയോഗിക്കാറില്ല. ഇല്ല ഇല്ല. കുളിക്കുമ്പോ നമ്മള് അഥവാ പോയാൽ കടയിൽ മലയാളം അറിയാത്തോണ്ടായിരുന്നു. അതെ ഒരു കാര്യം, അങ്ങനെയുള്ള കുഴഞ്ഞ. അതെ, കുളിക്കുമ്പോ എന്ത് ഉപയോഗിച്ചാ കുളിക്കുന്നത്? ഞങ്ങള് ഒരു ചകിരി പത വരുന്ന ഒരു കട്ട വെച്ചിട്ട് സ്നാനക്കട്ട എന്ന് പറയാം. ആ കട്ടക്ക് മലയാളത്തിൽ എന്ത് പറയും? സ്നാനക്കട്ട. നമ്മുടെ അടുത്തുള്ള പീടികയിലുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. സ്നാനക്കട്ട എന്ന് പറയുമ്പോൾ തരും. അപ്പോൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. സതീർത്ഥ്യ, മൂക്കും വായും മൂടി മുഖപടം നമ്മളെടുത്ത് അകത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഇന്നത്തെ സാഹചര്യം അതായത് കൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ വന്നത് മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള ഒരു പദയാത്രയുടെ ഭാഗമായിട്ട് വന്നതാണ്. മലയാള സിനിമയിൽ പോലും ഇന്ന് ആംഗലേയ ഭാഷയുടെ ഒരു അതിപ്രസരണം നടന്നുകൊണ്ടിരിക്കുന്നു. ശതമാനവും മലയാളമല്ല സിനിമയിൽ ഇന്ന്. നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയണം. കന്യാകുമാരിയിൽ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? മലയാളം. കന്യാകുമാരിയിലൊക്കെ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? മലയാളം എന്നാണ് എന്റെ ഓർമ്മ. അതിർത്തിയാണല്ലോ. അതിർത്തിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിർത്തി കളിയിക്കാനുള്ളവരല്ലേ ഉള്ളൂ അതിർത്തി. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴല്ലേ? അതും നമ്മൾ തമിഴ്നാട്ടിൽ കൂടും. ഞങ്ങളിങ്ങനെ ഓരോ കവലകളിലും പോയി ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക്. നിങ്ങളുടെ ഭാഗത്തു നിന്നും മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം. അത് പറയാൻ വേണ്ടി വന്നതാണ്. ഇരിക്കുന്ന ആഘോഷിതർക്കെല്ലാം മലയാളം ഇഷ്ടമാണല്ലോ. സതീർത്ഥ്യ തുടങ്ങിക്കോളൂ. സതീർത്ഥ്യ, അപ്പൊ നമ്മൾ ചെറിയ ഒരു നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ, മലയാളത്തെ അംഗീകരിക്കുന്നുണ്ടോ, മനസ്സാ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ചെറിയ ഒരു വിദ്യ, ഒരു പരീക്ഷണം നമുക്ക് ഈ കുട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അയ്യോ, ഞാൻ ആ കുട്ടിയാണ് കൃത്യമായിട്ട് മലയാളം പറയുകയും ചെയ്യും. ഒന്നെടുത്തിട്ട് അതെന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ഉച്ചരിക്കും. ഇത് കാണുമ്പോൾ നാടൻ മത്സ്യം പിടിക്കാൻ പോകുന്ന ഒറ്റാലാണ് ഓർമ്മ വരുന്നത്. ഈ ഇട്ടേക്കുന്ന വസ്ത്രം കാണുമ്പോൾ പറയൂ. സ്പഷ്ടമായിട്ടൊന്ന് പറയുക. മലയാളിയാണോ? എന്തിന് ഇത്രയും താമസം? 1.5 മണിക്കൂറായി. പടുതല വളവിലൊരു ഒതള മരത്തിൽ 10-20 ഒതളങ്ങ. നിസ്സാര ഒന്ന് പറയൂ. പടുതല വളവിലൊരു ഒതള മരത്തിൽ 10-20 ഒതളങ്ങ. തരൂ, ഇനി പറയൂ. പറഞ്ഞോളൂ. അല്ല, ഞാൻ 2 തവണ പറഞ്ഞില്ല, അതുപോലെ പറയൂ. പോരാ. ഒരു സന്തോഷം. വടുതല വളവിലൊരു ഒതളങ്ങ മരത്തിൽ 10-20 ഒതളങ്ങ. ആഘോഷിതരായിട്ടുള്ള ഞങ്ങളുടെ കൂടെ പോന്നൂടെ കുട്ടിക്ക്? ഇനി ശ്രമിക്കാം. ഇത് അവിടെ കൊടുക്കണം. എന്താണാവോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? എനിക്ക് കിട്ടിയത് 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇനി ദയവ് ചെയ്ത് അതിലേക്ക് നോക്കരുത്, ഒന്ന് സ്പീഡിൽ പറയൂ. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. വേഗത്തിൽ പറയൂ, സമയമില്ല, വേഗത്തിൽ പറയൂ. 10 തത്ത ചത്തു,
ചത്ത തത്ത പച്ച. ദയവായി ഇനി അത് നോക്കരുത്. വേഗത്തിൽ പറയൂ, വേഗത്തിൽ പത്തു പറയൂ. തത്ത ചത്തു. ചത്തു. ചത്ത തത്ത പച്ച. വേഗം. പത്തു തത്ത ചത്തു. ചത്ത തത്ത പച്ച. പത്തു തത്ത ചത്തു. ചത്ത തത്ത പച്ച. ആ, പൊളിച്ച്. സുഭാഷ് അതെ. മലയാള ഭാഷ രക്ഷപ്പെട്ടു അല്ലേ? ഒരുവിധം കാര്യം പക്ഷേ ഇതല്ലേ വായിച്ചേട്ടത് ഇച്ചിരി കടുപ്പാണ്. എന്റെ എളുപ്പാ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളു. എന്റെ അമ്മ ഭാഗ്യം എനിക്ക് ഇത് അത് പിന്നെ കിട്ടാത്തത്. വലിയ പ്രയാസമുള്ള കാര്യമാണോ? ഒന്ന് പറഞ്ഞോളൂ. ഇല്ല, പറഞ്ഞോളൂ, വേഗത്തിൽ പറഞ്ഞോളൂ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. സതീർത്ഥ്യ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. പറയൂ. തണ്ടിന്മേൽ ഒരു ചെറു തണ്ടുരുളും തടിയുരുളും. നോക്കാൻ പാടില്ല. ഇത് പഠിക്കാൻ സമയം തരണ്ടേ? വേഗത്തിൽ 3 പ്രാവശ്യം. അടിയുരുളും നോക്കരുത്. ഒരു പ്രാവശ്യം നോക്കട്ടെ. നോക്കാതെ പറയണം. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുകൾ ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുകൾ ഉരുളും. സൂപ്പർ. അതവിടെ എന്നേ ഉള്ളൂ. മിടുക്കൻ. ഇനി സാറ് പറയണം. നസീർക്ക് പറയൂ. സതീർത്ഥ്യൻ പറയൂ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. നല്ല ഒരു സാധനമാണ് കിട്ടിയിരിക്കുന്നത്. പറയൂ, വേഗത്തിൽ പറയൂ. അതൊരു പാട്ട് തച്ചൻ പോലെ ചത്ത ആക്കാമെങ്കിൽ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. നോക്കരുത്. ഒരു നോക്കാതെ പറയൂ. തച്ചൻ ചത്ത തച്ചത്തി എങ്ങനെ ഒരു വ്യക്തമല്ല. തടിച്ചി തച്ചത്തി. എപ്പോ ചത്തു? തച്ചൻ തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. കഴിഞ്ഞു. കറക്റ്റായിട്ട് പറയാനാണ് പറഞ്ഞത്. നസീറേ, അത് അനിഫിക പറയാൻ പോലെ എന്ന് പറയണത്. തച്ചൻ ചത്ത തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി തച്ചൻ ഒരു തടിച്ചി തച്ചത്തി. അത്രേ ഉള്ളൂ. അയ്യോ, ഒരു നിമിഷം എന്തോ ചലിക്കുന്നത് പോലെ. സഞ്ചരിക്കുന്ന മനുഷ്യനാശ യന്ത്രം ഒന്ന് എടുത്തോട്ടെ. അയ്യോ സഞ്ചരിക്കുന്ന മനുഷ്യനാശ യന്ത്രം. ഈ സാധനം കൊണ്ട് മാനവരാശി തന്നെ നശിച്ചുകൊണ്ടിരിക്കുക ഈ സാധനം കാരണം. അനുവദിക്കൂ. ഒരു നിമിഷം. എന്റെ മകൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്ന് വിളിക്കുന്നതാണ്. ഒന്ന് അധ്യാപകനോ അധ്യാപികയോ? അധ്യാപകൻ. ഒന്ന് ഉച്ചരിച്ചോട്ടെ 2 വാക്കുകൾ. എടുത്ത് സംസാരിക്കും. യെസ് മാഡം. നോ മാഡം. Give it to him. Papu, what are you doing? Don't use the mobile in the class. Mummy told you. Don't repeat it. Okay. അല്ല ഇപ്പൊ എന്താ പറഞ്ഞേ? ഇംഗ്ലീഷ് മലയാളത്തിൽ സംസാരിക്കണം. അല്ല ഇതിപ്പോ ഇത്ര നേരം ഇംഗ്ലീഷ് അല്ലേ? ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾ ഇത് ഈ ഭാഷ ഇങ്ങനെ ആക്കാൻ വേണ്ടി നടന്നിട്ട് നിങ്ങൾ അല്ല, തന്നെ സംഭവം അത് തന്നെ. പക്ഷേ എന്റെ ചെറുക്കൻ പഠിക്കുന്ന നഴ്സറി സ്കൂളിൽ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എവിടെ പോയാലും ഇംഗ്ലീഷ് ഭാഷയെ പറയാവുന്ന. അതുകൊണ്ട് ഞാനും ചെറുക്കനോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് വിചാരിക്കുക. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞാൻ പോകട്ടെ. അപ്പൊ ഇതാ മലയാള ഭാഷ പരിപോഷിപ്പിക്കുന്നില്ലേ? പോവാണോ? ആ പുള്ളിയാണ് ഞങ്ങൾ ഈ വേഷം കെട്ടിച്ചോണ്ട് വന്നത്. എന്നിട്ട് പുള്ളി തന്നെ ഇങ്ങനെ കാണിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിർത്തിയോ പരിപോഷണം? അല്പസ്വല്പം ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ലതാണ്. ആണല്ലേ? നല്ലത്. അല്പം സ്വല്പം നല്ലതാണ്. കുറച്ച് ആംഗലേയമാകാം. കുറച്ച് ആംഗലേയമാകാം.